എല്ലാ മേഖലയിലും വലിയ പുരോഗതി. ആ പുരോഗതിയെക്കുറിച്ച് കോൺഗ്രസിലെ ഒരു നേതാവ്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശശി തരൂർ ഒരു ലേഖനത്തിലൂടെ അനുമോദിക്കുന്നു സംസ്ഥാനത്തെ. അതിൽ അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാനം നേടിയ പൊതുപുരോഗതി. 2, IT മേഖലയുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പ് കാര്യത്തിൽ ലോകത്ത് തന്നെ വലിയ പുരോഗതി. ലോക ശരാശരിയുടെ എത്രയോ മടങ്ങ് കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനം നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതിനെ അദ്ദേഹം പ്രത്യേകമായി അഭിനന്ദിച്ചു. എന്തൊരു പുതിരാണ് ഉണ്ടാക്കിയത് നോക്കൂ. കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്ഥാപിക്കാൻ നോക്കുന്ന വസ്തുതകളാണല്ലോ പൊളിഞ്ഞുപോയത്. ഞങ്ങളാരും പറഞ്ഞതിന്റെ പേര് എല്ലാരോ നമ്മുടെ സംസ്ഥാനത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1-ാം സ്ഥാനം കിട്ടിയത് ശുപാർശയോ പക്ഷപാതമോ ഒന്നും അതിലില്ലാലോ. നമ്മളൊരു ഘട്ടത്തിൽ 26-ാം സ്ഥാനത്തായത് ശശി തരൂർ പറയുന്നുണ്ട്. 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള അത്യന്തം പുറകിൽ പോയ അവസ്ഥ. ഞങ്ങളതിനെ ഗൗരവമായാണ് കണ്ടത്. ആ കാഴ്ചപ്പാട് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യത്തിൽ എങ്ങനെ പുരോഗതി നേടാം, ആ വിശദമായ പരിശോധനയിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചു. അത്തരം പരിശോധനകൾ നടന്നപ്പോ കണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മുടെ നിയമത്തിൽ ഭേദഗതികൾ വേണ്ടതുണ്ട്. 10ഓളം നിയമങ്ങളാണ് ഭേദഗതി ചെയ്യുന്നത്. അതിന്റെ ഭാഗമായുള്ള നിരവധി ചട്ടങ്ങൾ, ആ ചട്ടങ്ങളിൽ ഭേദഗതി വേണം. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിലെ എല്ലാ മേഖലകളിലും പടരണം. ഈ എല്ലാ നടപടിയും സ്വീകരിച്ചു. ഒരു ദിവസം പെട്ടെന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1-ാം സ്ഥാനം വരികയല്ല ചെയ്യുന്നത്. ആ ശ്രമം ഈ കഴിഞ്ഞ 7 വർഷവും നല്ല രീതിയിൽ ഉയർന്നു വന്നു. 8ാമത്തെ വർഷം നല്ല ഫലത്തിലേക്ക് എത്തി. രാജ്യം എല്ലാ സംസ്ഥാനങ്ങളെയും വിലയിരുത്തിയപ്പോ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ കേരളമാണ് നമ്പർ 1 എന്ന് തീരുമാനിക്കുന്ന നിലയുണ്ടത്. അതാണ് ഈ നിക്ഷേപ സൗഹൃദത്തിൽ 1-ാം സ്ഥാനം കിട്ടാൻ ഇടയാക്കിയത്. എന്താ അതിനെ തള്ളിപ്പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായത്? ശശി തരൂർ പറഞ്ഞതിനോടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ മേലെ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന പ്രസ്താവന പ്രതിപക്ഷ നേതാവിനെ പോലെ നടത്തുന്നതാണോ? നാടിന്റെ മേന്മ എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? നാടിന്റെ ശത്രുക്കളായി മാറുന്നു. LDFന്റെ ശത്രുക്കളായിക്കോ, അത് വേറെ. അത് നാടിനും നാട്ടുകാർക്കും എതിരായിട്ട് വേണോ? ഈ പറയുന്ന നിക്ഷേപ സൗഹൃദം കൈവരിക്കുന്നതിന് മൊത്തം പുരോഗതിയുടെ ഭാഗമുണ്ട്. ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തതാണ്. പശ്ചാത്തല സൗകര്യ വികസനം, അങ്ങനെ എല്ലാം കൂടി ചേർത്താണ് ഈ നിക്ഷേപ സൗഹൃദം.
വ്യവസായികളടക്കം അതിനെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ നേരത്തെ നമുക്കറിയാം, നമ്മുടെ നാടിന്റെ പൊതുവായ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ ഇവിടെ കോൺഗ്രസ് തയ്യാറല്ലേ. ഇപ്പോ UDF അതേ നില തന്നെ സ്വീകരിച്ചു പോവുകയാണ്. ഇതാണ് ചിത്രം. തീർത്തും പരിഹാസ്യമായ നില കോൺഗ്രസും UDF സ്വീകരിക്കുന്നു. കോൺഗ്രസ് പ്രത്യേകിച്ചും അങ്ങേയറ്റം പരിഹാസ്യമായ നില സ്വീകരിച്ചു പോവുകയാണ്.